അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മോൾ കൺസെപ്റ്റ് ആൻഡ് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻസ് ആണ്. മോൾ കൺസെപ്റ്റ് ആൻഡ് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻസ്. എന്താണ് ഈ സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെ. ഒരു റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ് ഇക്വേഷൻ എഴുതത്തില്ലേ, ആ ബാലൻസ് ഇക്വേഷൻ തന്നെയാണ് എന്ത് പറയുന്നത്? സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷനും മോളുകളുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. മോൾ കൺസെപ്റ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്വേഷൻസ്. അപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ക്ലോറിൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 0.20 gram ഓഫ് ഹൈഡ്രജൻ ടു yield ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓൾസോ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് HCl ഫോംഡ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 0.20 gram ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ്. 0.20 gram ഹൈഡ്രജൻ എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മാസ് ക്ലോറിൻ വേണം? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ എന്തുകൂടെ അറിയണം? അവിടെ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന HClൻ്റെ മാസും അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഏതാ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിനെ മോളുകളുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്പുകൾ, ഒന്ന് റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ ഇടുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്ത് വരും? അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ എന്ത് വരും? ആര് തമ്മിൽ റിയാക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജനും ക്ലോറിനും അല്ലേ? ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് എന്താ ഉണ്ടാകുന്നത്? HCl. ഇനി ഇപ്പോൾ ആരും എഴുതണ്ട, പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാകുന്നു. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലല്ലോ. ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഹൈഡ്രജനും ക്ലോറിനും 2 വരണം. അപ്പോൾ 2 HCl ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇതാണ് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ. ഇത് വേണം ആദ്യം എഴുതാൻ. ഒരു റിയാക്ഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് മോളുകളുമായി ബന്ധിപ്പിച്ചുള്ള ക്വസ്റ്റ്യൻ, മോളുകളോ അല്ലെങ്കിൽ മാസ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. എന്താണ്? തന്നിരിക്കുന്ന റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ ഇടുക. ഇനി അതിൻ്റെ മോൾ എണ്ണം താഴെ കാണിക്കുക. തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ ഇടുക, പിന്നെ അതിൻ്റെ മോൾ എണ്ണം താഴെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ അനുസരിച്ച് ഇത് ഒന്നല്ലേ, കോഎഫിഷ്യൻ്റ് 1 അല്ലേ? അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ 1 മോൾ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോൾ HCl കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ വേണം ആദ്യം എഴുതി വെക്കാൻ. മോൾ കൺസെപ്റ്റും ബാലൻസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ ഇതാണ്. എന്തൊക്കെയാണ്? ഒന്ന് തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ ഇടുക, പിന്നെ അതിൻ്റെ മോൾ എണ്ണം എഴുതി വെക്കുക. എന്നിട്ട് വേണം ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാൻ. അപ്പം നമുക്കറിയേണ്ടത് എന്താണ്? 0.20 gram ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ അല്ലേ? 0.20 gram ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 20 gram എന്ന് പറയുമ്പോൾ എന്താ? മാസ്സാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന ഈ ബന്ധത്തെ, നമുക്കിപ്പോൾ അറിയാവുന്ന ബന്ധം എന്താ? ഇവർ തമ്മിൽ മോളുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായി. എന്താണ്? 1 മോൾ ഹൈഡ്രജനും 1 മോൾ ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്താൽ 2 മോൾ HCl കിട്ടുമെന്ന് മനസ്സിലായി. അതല്ലെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ക്ലോറിനും എത്ര വേണം? 1 മോൾ വേണം. അപ്പോൾ ഇവിടെ മോളുകൾ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എന്താണ്? മാസ്സാണ് അല്ലേ? അപ്പം നമുക്കറിയാവുന്ന ഈ ബന്ധത്തെ മാസിലേക്ക് മാറ്റുക. അതായത് ഓരോന്നിൻ്റെയും റെസ്പെക്റ്റീവ് മാസ് കൂടെ താഴെ എഴുതിയേക്കുക. അപ്പോൾ എന്താ? 1 മോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് എത്ര വരും? 2 gram. എങ്ങനെ കിട്ടി? അറിയാമല്ലോ. 1 മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? H2-ൻ്റെ. ഒരു Hൻ്റെ മാസ് 1 ആണെങ്കിൽ 2 എണ്ണം ചേർന്ന് H2-ൻ്റെ മാസ് 2 അല്ലേ? അതുപോലെ 1 മോൾ ക്ലോറിൻ്റെ മാസ് എത്ര വരും? മോളിക്കുലാർ മാസിന് തുല്യം എത്ര വരും? ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 അല്ലേ? അപ്പം അങ്ങനെയുള്ള 2 എണ്ണം ചേരുമ്പോൾ 71 അല്ലേ? പിന്നെ അതുപോലെ 2 മോൾ HCl എൻ്റെ മാസ് എത്ര വരും? 1 മോൾ HCl എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യം എത്ര വരും? ഹൈഡ്രജൻ്റെ മാസ് 1ഉം ക്ലോറിൻ്റെ 35.5ഉം ചേരുമ്പോൾ 36.5 വരും അല്ലേ? അത് 1 മോളിൻ്റെ. 2 മോളിൻ്റെത്
2 ഇൻറ്റു 36.5 അല്ലേ, 2 ഇൻറ്റു 36.5 73 ഗ്രാം വരും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊന്ന് നോക്കിക്കേ. ആദ്യം തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ എഴുതി, പിന്നെ അതിൻ്റെ മോളെണ്ണം താഴെ കാണിച്ചു അല്ലേ. പിന്നെ എന്തുകൊണ്ട് ഞാൻ മാസ് കൂടെ അത് എഴുതി ബ്രാക്കറ്റ് താഴെ? ബിക്കോസ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എന്താ, മാസ്സാണ് അല്ലേ. 0.20 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ്സാണ്. അപ്പോൾ നമുക്ക് മാസ്സാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ റെസ്പെക്റ്റീവ് മാസ് കൂടെ എഴുതിയത്. അതല്ല ക്വസ്റ്റ്യനിൽ വോളിയമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഈ ഓരോ മോളിൻ്റെയും റെസ്പെക്റ്റീവ് വോളിയം ആയിരിക്കും താഴെ എഴുതുന്നത്. മനസ്സിലായോ? ഇനി വേണം ചെയ്യാൻ. നമുക്കറിയാവുന്ന എന്താണ്, അല്ല വേണ്ടത് എന്താണ്, 2 ഗ്രാം 2 അല്ലല്ലോ സോറി 0.20 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ്സാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബന്ധത്തിൽ നിന്നും നമുക്ക് ചെയ്തു തുടങ്ങാം. എന്താണ്, ആസ് പെർ ദ ബാലൻസ് ഇക്വേഷൻ ഹൈഡ്രജൻ 1 മോൾ എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ക്ലോറിൻ എത്ര വേണം, 1 മോൾ വേണം. ഇനി മാസിൻ്റെ ഇത് വെച്ചാണെങ്കിൽ ഹൈഡ്രജൻ 2 ഗ്രാം എടുത്താൽ ക്ലോറിൻ എത്ര വേണം, 71 വേണം. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്തു തുടങ്ങാം. എന്താണ്, 2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ് എത്രയാ, 71 ഗ്രാം. ശരിയല്ലേ? ആസ് പെർ ദ ബാലൻസ് ഇക്വേഷൻ ഹൈഡ്രജൻ 1 മോൾ എടുത്താൽ ക്ലോറിനും എത്ര വേണം, 1 മോൾ. എൻ്റെ മാസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഇത് 2 വന്നു, ഇത് 71 വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ, 2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ക്ലോറിൻ എത്ര വേണം, 71. ഇനി 2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 71 ഗ്രാം ക്ലോറിൻ വേണമെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര വേണ്ടി വരും, 71 ഡിവൈഡഡ് ബൈ 2 ഗ്രാം ആണല്ലോ. ഇനി 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇത്രയും ക്ലോറിൻ വരണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അളവ് എത്രയായിരുന്നു, 0.20 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ക്ലോറിൻ വേണം, ആലോചിച്ച് നോക്കിക്കേ. 1 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇത്രയും വേണമെങ്കിൽ 0.20 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര വേണ്ടി വരും, ഇത് ഇൻറ്റു 0.20 അല്ലേ, അത്രയും ഗ്രാം ക്ലോറിൻ വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറായി, അത് നോക്കാം. അതിന് മുമ്പ് ചെയ്ത സ്റ്റെപ്പുകൾ ഇവിടെ കിട്ടിയോ, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. നമുക്ക് എന്താ അറിയേണ്ടിയിരുന്നത്, 0.20 ഗ്രാം ഹൈഡ്രജനുമായിട്ട്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, 0.20 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ്സാണ് നമുക്ക് അറിയേണ്ടിയിരുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യേണ്ട 2 സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ ആ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക, പിന്നെ അതിൻ്റെ മോളെണ്ണം താഴെ കാണിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഓരോന്നിൻ്റെ റെസ്പെക്റ്റീവ് മാസ് കൂടി എഴുതി വെച്ചു. അതെന്തിനാണ്, ബിക്കോസ് ക്വസ്റ്റ്യനിൽ വരുന്നത് എന്താണ്, മാസ്സാണ് അല്ലേ. അതല്ല ക്വസ്റ്റ്യനിൽ വോളിയം ആയിരുന്നു വരുന്നെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വോളിയം എഴുതും. അത്രയും ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എന്താ അറിയേണ്ടത്, 0.20 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ്സാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിന് ബാലൻസ് ഇക്വേഷൻ പ്രകാരമുള്ള കണക്ഷനിൽ നിന്ന് തുടങ്ങുക. എന്താണ് കാണുന്നത്, ബാലൻസ് ഇക്വേഷൻ പ്രകാരം ഹൈഡ്രജൻ 2 ഗ്രാം എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ക്ലോറിൻ എത്ര വേണം, 71. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസ് എത്രയായിരുന്നു, 71 ഗ്രാം. ഇനി 2 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇത്രയും വേണമെങ്കിൽ 1 ഗ്രാമിന് ഇക്വലൻ്റ് ആയിട്ട് എത്ര വേണ്ടി വരും, 71 ഡിവൈഡഡ് ബൈ 2. ഇനി അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇത്രയും ക്ലോറിൻ വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന 0.20 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര വേണം, ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് വില കിട്ടാൻ അത് ഇൻറ്റു 10 എന്നുള്ള ഒരു സിമ്പിൾ ഇത്. 1 ഗ്രാമിന് ഇത്രയുമാണെങ്കിൽ 0.20 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഇൻറ്റു 0.20. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറായി എത്ര വരും, നമുക്കിത് തമ്മിൽ വെട്ടാം അല്ലേ. ഇപ്പോൾ 0.10 അല്ലേ, 2 കൊണ്ട് വെട്ടിയാൽ 0.10 വരത്തില്ലേ. അപ്പോൾ 0.1 ഇൻറ്റു 71 എത്ര വരും, 7.1 വരും. ശരിയല്ലേ. ഇത് തമ്മിൽ വെട്ടിയപ്പോൾ 0.20 2 തമ്മിൽ വെട്ടിയപ്പോൾ 0.10 അല്ലെങ്കിൽ 0.1 ആയി. ആ 0.1 ഇൻറ്റു 7.1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 71നെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 7.1.
സോ 7.1 ഗ്രാം ക്ലോറിൻ അതായിരിക്കും ആൻസർ. അപ്പോൾ എന്താണ് നമുക്ക് 0.2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ മാസാണ് അറിയേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് 7.1 ഗ്രാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് എടുത്തെഴുതിക്കോളൂ ആൻസർ. ദസ് ഇത്രയും കാണിച്ചിട്ട് താഴെ എഴുതിക്കോളൂ. ദസ് മാസ് ഓഫ് ക്ലോറിൻ റിക്വയർഡ് mass of chlorine required to react with mass of chlorine required to react with എത്ര ഹൈഡ്രജൻ ആയിരുന്നു? 0.20 ഗ്രാം ഹൈഡ്രജൻ. Thus the mass of chlorine required to react with 0.20 ഗ്രാം ഹൈഡ്രജൻ is equal to എത്രയാണ്? 7.1 ഗ്രാം. 7.1 ഗ്രാം. ദെൻ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? ഓൾസോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് HCl ഫോംഡ് അല്ലേ. റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന HClൻ്റെ മാസും അറിയണം. അതെങ്ങനെയാണ്? സിമ്പിൾ അല്ലേ. റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന HClൻ്റെ മാസ്, HCl ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ലേ, അതിൻ്റെ മാസ് കിട്ടാൻ റിയാക്റ്റൻസിൻ്റെ മാസ് തമ്മിൽ കൂട്ടിയെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ എത്ര ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു? 0.20 ഗ്രാം അല്ലേ. പ്ലസ് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ക്ലോറിൻ എത്ര വേണമെന്നാണ് കണ്ടത്? 7.1 ഗ്രാം. അപ്പോൾ കിട്ടുന്ന HClൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ രണ്ടിൻ്റെയും സം എടുത്ത് നോക്കിയാൽ മതി. എത്ര വരും? 7.1 പ്ലസ് 0.2 7.3 ഗ്രാം വരും അല്ലേ. അപ്പോൾ അതായിരിക്കും ഉണ്ടാവുന്ന HClൻ്റെ മാസ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പ്രോഡക്റ്റായ HClൻ്റെ മാസ് എത്രയാണ്? അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. HClൻ്റെ മാസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ റിയാക്റ്റൻസിൻ്റെ മാസ് തമ്മിൽ കൂട്ടിയാൽ പോരെ. അവിടെ ഹൈഡ്രജൻ എത്ര എടുത്തിട്ടുണ്ടായിരുന്നു? 0.20 പ്ലസ് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ക്ലോറിൻ എത്ര വേണമെന്നാണ് കണ്ടത്? 7.1. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ HClൻ്റെ മാസ്സായി. അപ്പോൾ ഉണ്ടാകുന്ന HClൻ്റെ മാസ് ഇസ് ഈക്വൽ ടു എത്ര വരും? 7.1 പ്ലസ് 0.2. ഇപ്പോൾ 7.3 വരും. എഴുതിക്കോ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. മാസ് ഓഫ് HCl ഫോംഡ്, മാസ് ഓഫ് HCl ഫോംഡ് ഈക്വൽ ടു mass of HCl formed is equal to 0.20 plus 7.1. 0.20 plus 7.1 is equal to 7.3 gram. ഹൈഡ്രജൻ്റെത് 0.20 പ്ലസ് ക്ലോറിൻ്റെത് 7.1 is equal to ടോട്ടൽ എത്ര വരും? 7.3 ഗ്രാം. അതാണ് ഉണ്ടാവുന്ന HClൻ്റെ മാസ്. ഓക്കെ, എന്തൊക്കെയാണ് ചോദിച്ചിരുന്നത്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മീഥെയ്ൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 220 ഗ്രാം ഓഫ് CO2 ബൈ കമ്പസ്റ്റൻ. ദെൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഓൾസോ ഫൈൻഡ് ദ വോളിയം ഓഫ് CO2 ഫോംഡ് അറ്റ് STP ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 5 mol മീഥെയ്ൻ. അപ്പോൾ ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഒരു റിയാക്ഷൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് മോളുകളുമായിട്ട് കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട 2 സ്റ്റെപ്പുകൾ പറഞ്ഞ ഓർമ്മയില്ലേ? എന്തൊക്കെയായിരുന്നു? ആദ്യം റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ് ഇക്വേഷൻ എഴുതുക, പിന്നെ അതിൻ്റെ മോളെണ്ണം താഴെ കാണിക്കുക അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ മീഥൈനിൻ്റെ കമ്പസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. മീഥൈൻ CH4 അറിയാമല്ലോ അല്ലേ. കമ്പസ്റ്റൻ എന്ന് പറയുമ്പോൾ പഠിച്ചിട്ടില്ലേ, ഒരു പദാർത്ഥം ഓക്സിജനിൽ ബേൺ ചെയ്യുകയാണ്, ഓക്സിജനിൽ കത്തിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ മീഥൈൻ ഓക്സിജനിൽ കമ്പസ്റ്റൻ നടന്നിട്ട് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? നിങ്ങൾ 10th പഠിച്ചിട്ടില്ലേ, ഹൈഡ്രോ കാർബണിൻ്റെ കമ്പസ്റ്റൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും പ്രോഡക്ട്സ് അല്ലേ. ഇനി വെറുതെ ഇക്വേഷൻ എഴുതിയാൽ മതിയോ? അത് ബാലൻസ് ചെയ്ത് എഴുതണം അല്ലേ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ഇല്ലേ, ഇവിടെയും 4 ആക്കാൻ നമുക്ക് 2H2O കൊടുക്കുക അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ബാലൻസ്ഡായി, കാർബണും ബാലൻസ്ഡായി. ദെൻ ഓക്സിജൻ ഇവിടെ 2ഉം ഇവിടെ 2ഉം, അങ്ങനെ 2ഉം 2ഉം 4 ഉണ്ട് പ്രോഡക്റ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ 4 ആക്കാൻ 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡായി.
അപ്പോൾ നമ്മൾ മീഥൈൻ്റെ കമ്പഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ് ഇക്വേഷൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? അതാതിൻ്റെ മോൾ എണ്ണം താഴെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ അനുസരിച്ച് ഇത് ഒന്നല്ലേ, 1 മോൾ മീഥൈൻ 2 മോൾ ഓക്സിജനിൽ കമ്പഷൻ നടന്നിട്ട് എന്തൊക്കെ കിട്ടുന്നു? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോൾ വാട്ടർ അല്ലെങ്കിൽ 2 മോൾ വാട്ടർ വേപ്പറും കിട്ടുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 2 സ്റ്റെപ്പുകൾ ഇതാണ്. എന്താണ്? ഒന്ന്, തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ എഴുതുക. 2, അതാതിൻ്റെ മോൾ എണ്ണം എഴുതുക. ഇനിയൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. നമുക്ക് എന്താ അറിയേണ്ടത്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മീഥൈൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ബൈ കമ്പഷൻ. കമ്പഷൻ നടന്നിട്ട് എന്ത് കിട്ടണം? 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണം. അതിനാവശ്യമായ മീഥൈനിൻ്റെ മാസ്സാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ എന്താ വരുന്നത്? 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ മാസല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന ഈ ബന്ധത്തെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടി ഇവർ തമ്മിലുള്ള. എന്താ? 1 മോൾ മീഥൈൻ എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം? 2 മോൾ ഓക്സിജൻ വേണം. അങ്ങനെ 1 മോൾ മീഥൈൻ്റെ കമ്പഷൻ നടന്നാൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 1 മോൾ കിട്ടും. അപ്പോൾ മോളുകൾ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലായി. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? മാസ്സാണ് അല്ലേ. അപ്പം നമുക്കറിയാവുന്ന ഈ ബന്ധത്തെ എന്തിലേക്ക് മാറ്റുക? മാസിലേക്ക്. ഓരോന്നിൻ്റെയും റെസ്പെക്റ്റീവ് മാസ് കൂടി താഴെ എഴുതാം. എന്താ? 1 മോൾ മീഥൈൻ. 1 മോൾ മീഥൈൻ്റെ മാസ് എത്രയായിരിക്കും? 16 ഗ്രാം. മനസ്സിലായല്ലോ എങ്ങനെ കിട്ടിയെന്ന്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് ഈക്വലാണ് അല്ലേ. മീഥൈൻ്റെ മോളിക്കുലാർ മാസ് എത്ര വരും? കാർബണിൻ്റെത് 12ഉം 4 ഹൈഡ്രജൻ്റെത് 4ഉം. അപ്പോൾ 12 + 4 16 വരും. അതാണ് മീഥൈൻ്റെ 1 മോളിൻ്റെ മാസ്. അതുപോലെ ഇവിടെ 2 മോൾ ഓക്സിജൻ. 2 മോൾ ഓക്സിജൻ്റെ മാസ് എത്ര വരും? 1 മോളിൻ്റെത് 32 ഗ്രാം അല്ലേ. O2-ൻ്റെത് 16 + 16 32. അപ്പോൾ 1 മോളിൻ്റെത് 32. അപ്പോൾ 2 മോൾ വരുമ്പോൾ 64 ഗ്രാം അല്ലേ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ 1 മോളാണ് വരുന്നത്. അതിൻ്റെ മാസ് മോളിക്കുലാർ മാസ് 44 ഗ്രാം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് കാർബണിൻ്റെത് 12ഉം 2 ഓക്സിജൻ്റെത് 32. അപ്പോൾ ടോട്ടൽ എത്ര വരും? 44 അല്ലേ. അതുപോലെ വാട്ടറിൻ്റെ 2 മോൾ. വാട്ടർ ഈ ക്വസ്റ്റ്യനിൽ ബന്ധമില്ല എങ്കിലും അതിൻ്റെ മാസ് കൂടെ അല്ലേ വേണ്ട. വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ, അത് വേണ്ട. അപ്പോൾ ഇത്രയും ഞാൻ എഴുതി വെച്ചു. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആദ്യം ബാലൻസ് ഇക്വേഷൻ എഴുതി, പിന്നെ അതിൻ്റെ മോളെണ്ണം താഴെ കാണിച്ചു, എൻ്റെ റെസ്പെക്റ്റീവ് മാസ് കൂടി എഴുതി. എന്തുകൊണ്ട്? ബിക്കോസ് ക്വസ്റ്റ്യനിൽ മാസ്സാണ് വരുന്നത്. ഇനി നമുക്കറിയേണ്ടത് എന്തായിരുന്നു? 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മീഥൈനിൻ്റെ മാസ്സാണ്. അപ്പം നമുക്ക് ഇവർ തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ആര്? മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും. എന്താ ഇവർ തമ്മിലുള്ള കണക്ഷൻ? 16 ഗ്രാം മീഥൈൻ എടുത്താൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 44 ഗ്രാം കിട്ടും. ശരിയല്ലേ? 16 ഗ്രാം മീഥൈൻ എടുത്താൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര മീഥൈൻ വേണം? 16 ഗ്രാം മീഥൈൻ വേണം അല്ലേ. അവിടുന്ന് ഞാൻ തുടങ്ങുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമുക്കറിയേണ്ടത് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മീഥൈനിൻ്റെ മാസ്സാണ്. അതിന് ഈ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള കണക്ഷനും നോക്കി. മാസ്സല്ലേ വേണ്ടത്. അപ്പം മാസ് തമ്മിലുള്ള കണക്ഷൻ നോക്കി. എന്ത് മനസ്സിലായി നമുക്ക്? മീഥൈൻ 16 ഗ്രാം എടുത്താൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 44 ഗ്രാം കിട്ടും. അല്ലെങ്കിൽ തിരിച്ച് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര ഗ്രാം മീഥൈൻ എടുക്കണം? 16. അപ്പം ഞാൻ അവിടുന്ന് ചെയ്ത് തുടങ്ങുകയാണ്. എന്താണ്? 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മീഥൈനിൻ്റെ മാസ് എത്രയാണ്? 16 ഗ്രാം. ഇനി 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ 16 ഗ്രാം മീഥൈൻ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ എത്ര മീഥൈൻ വേണം? 16 / 44 ഗ്രാം മീഥൈൻ ആണല്ലോ വേണ്ടത്. ശരിയല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന എമൗണ്ട് കിട്ടാൻ എത്രയായിരുന്നു? 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ എത്ര മീഥൈൻ വേണ്ടി വരും? നോക്കുക. 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ഇത്രയും മീഥൈൻ വേണമെങ്കിൽ 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതേ × 220 അല്ലേ. സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി.
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇത് തമ്മിൽ വെട്ടി ചെറുതാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 44-ഉം 220-യും തമ്മിൽ വെട്ടാമല്ലോ. എന്താണ് 44 ഇൻറ്റു 5 അല്ലേ 220 വരുന്നത് അല്ലേ? 44 ഇൻറ്റു 5 ആണ് 220. അപ്പോൾ ഇത് തമ്മിൽ വെട്ടുമ്പോൾ ഇവിടെ 5 വരും അല്ലേ? ഇനി 16 ഇൻറ്റു 5, 16 ഇൻറ്റു 5 എത്ര വരും? 80. സോ ക്വസ്റ്റ്യനിൽ പറയുന്ന എമൗണ്ട് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മീഥൈൻ്റെ മാസ് എത്രയാണെന്ന് പറയാം? 80 ഗ്രാം. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മീഥൈനിൻ്റെ മാസ്സാണ് അല്ലേ? അപ്പോൾ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ തമ്മിലുള്ള കണക്ഷൻ നോക്കി. ആര്? മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും. കാണാമല്ലോ. എന്താണ്? 16 ഗ്രാം മീഥൈൻ എടുത്താൽ അതിൽ നിന്നും 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ തിരിച്ച 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര മീഥൈൻ വേണം? 16. അപ്പം ഞാൻ ആ കണക്ഷനിൽ നിന്ന് തുടങ്ങുകയാണ്. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മീഥൈനിൻ്റെ മാസ്. നിങ്ങൾ കംപ്ലീറ്റ് വേർഡ്സിൽ ഇങ്ങനെ എഴുതണമെന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതി വരുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാനുള്ള ഉദ്ദേശം, നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതുകയാണ്. മാസ് ഓഫ് മീഥൈൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു, അടുത്തത് മാസ് ഓഫ് മീഥൈൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ കുറേ എഴുതി വരുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ വായിച്ച് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാകും. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടും. എന്താണ്? 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ഇത്ര മീഥൈൻ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ഇത്ര. 1 ഗ്രാമിന് ഇത്രയുമാണെങ്കിൽ 220 ഗ്രാമിനുള്ളത് കിട്ടാൻ അത് ഇൻറ്റു 220. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ട മീഥൈൻ്റെ മാസ്? ഇതേ ഇൻറ്റു അല്ലേ, 1 ഗ്രാം കിട്ടാൻ ഇത്രയും വേണമെങ്കിൽ 220 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഇൻറ്റു 220. സിംപ്ലിഫൈ ചെയ്തപ്പോൾ എത്ര വന്നു? 80 ഗ്രാം. അതാണ് ആൻസർ. ഇതല്ലോ. അപ്പോൾ ഇത്രയും കാണിച്ചിട്ട് താഴെ ഒന്ന് ആൻസർ ഒന്ന് എടുത്തെഴുതിയേക്കുക. എന്താണ്? ഹെൻസ് മാസ് ഓഫ് മീഥൈൻ റിക്വയർഡ് അല്ലേ? ഹെൻസ് മാസ് ഓഫ് മീഥൈൻ റിക്വയർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു പ്രൊഡ്യൂസ് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഹെൻസ് മാസ് ഓഫ് മീഥൈൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു എത്രയാണ്? 80 ഗ്രാം. 80 ഗ്രാം. ഇനി ആ ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓൾസോ ഫൈൻഡ് ദ വോള്യൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് അറ്റ് STP ബൈ ദ കമ്പഷൻ ഓഫ് 5 മോൾ മീഥൈൻ അല്ലേ? 5 മോൾ മീഥൈനിൻ്റെ കമ്പസ്റ്റനാണ് നടക്കുന്നതെന്ന് കരുതുക. അങ്ങനെ 5 മോൾ മീഥൈൻ്റെ കമ്പസ്റ്റൻ നടന്നാൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോള്യൂമാണ് അറിയേണ്ടത്. ഓക്കെ, 5 മോൾ മീഥൈൻ്റെ ജ്വലനം നടന്നുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോള്യൂം. അത് കിട്ടാനായിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നോക്കുക. ആര്? മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും. എന്താ കാണുന്നത്? ആസ് പെർ ദ ബാലൻസ് ഇക്വേഷൻ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ബന്ധം എന്താ കാണുന്നത്? 1 മോൾ മീഥൈൻ എടുത്താൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും എത്ര കിട്ടും? 1 മോൾ കിട്ടും. ശരിയല്ലേ? അക്കോർഡിംഗ് ടു ദ ബാലൻസ് ഇക്വേഷൻ മീഥൈൻ 1 മോൾ എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡും എത്ര ഫോം ചെയ്യുമെന്നാണ് കാണുന്ന? 1 മോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 മോൾ മീഥൈൻ എടുത്താൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും എത്ര കിട്ടും? 5 മോൾ കിട്ടും. ശരിയല്ലേ? ഇവർ തമ്മിൽ ഈക്വൽ റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ ഇത് 1 മോളിന് കാർബൺ ഡൈ ഓക്സൈഡ് 1 മോൾ കിട്ടുമെങ്കിൽ മീഥൈൻ 5 മോൾ എടുത്താൽ ഇതും എത്ര കിട്ടും? 5 മോൾ അല്ലേ? ഇപ്പോൾ ക്വസ്റ്റനിൽ പറയുന്നത് 5 മോൾ മീഥൈൻ്റെ കമ്പസ്റ്റനെ കുറിച്ചല്ലേ? 5 മോൾ മീഥൈൻ്റെ കമ്പസ്റ്റൻ നടത്തിയാൽ കാർബൺ ഡൈ ഓക്സൈഡും എത്ര കിട്ടും? 5 മോൾ കിട്ടും അല്ലേ? ഇനി അതിൻ്റെ STPയിലെ വോളിയം അല്ലേ അറിയേണ്ടത്? എത്ര വരും? 5 മോളിൻ്റെ STPയിലെ വോളിയം അറിയാൻ, STPയിലെ വോളിയം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ലിറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 5 ഇൻറ്റു 22.4 എത്ര വരും? 112 ലിറ്റർ വരും. സോ 5 മോൾ മീഥൈൻ്റെ കമ്പസ്റ്റൻ നടന്നാലുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയം എത്രയായിരിക്കും? 112 ലിറ്റർ. അപ്പോൾ എഴുതിക്കോ ആ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. ബി എന്ന് നമ്പർ കൊടുത്തിട്ട് എഴുതിക്കോളാം.
ആദ്യം ക്വസ്റ്റ്യനിൽ കാണുന്ന ഈ കണക്ഷൻ എടുക്കാം. എന്താണ് 1 മോൾ അല്ലേ? 1 മോൾ മീഥെയ്ൻ എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡും എത്ര കിട്ടും? 1 മോൾ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 മോൾ മീഥെയ്ൻ എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡും എത്ര കിട്ടും? 5 മോൾ. ഇനി ആ 5 മോളിൻ്റെ STPയിലെ വോളിയം അല്ലേ? STPയിലെ വോളിയം കിട്ടാൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 അല്ലേ? ഈക്വൽ ടു 112 ലിറ്റർ എന്ന് വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റെപ്പും വേർഡ്സിൽ ഇങ്ങനെ കംപ്ലീറ്റ് എഴുതണമെന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആകപ്പാടെ കൺഫ്യൂഷൻ തോന്നും. ഇങ്ങനെ ഇത് കാണിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ആൻസർ മാത്രം ഒന്ന് വ്യക്തമായിട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ 5 മോൾ മീഥെയ്ൻ്റെ കമ്പസ്റ്റൻ നടന്നാൽ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയം എത്രയായിരിക്കും? 112 ലിറ്റർ. അപ്പോൾ ആൻസർ എടുത്തെഴുതിക്കോളുക. therefore volume of carbon dioxide formed at STP. Volume of carbon dioxide formed at STP എത്രയാണ്? 5 മോൾ മീഥെയ്ൻ്റെ കമ്പസ്റ്റൻ നടന്നാൽ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയം എത്രയാണ്? 112 ലിറ്റർ അല്ലേ? വോളിയം ഓഫ് CO2 formed at STP by the combustion of 5 mole methane is equal to 112 liter. അപ്പോൾ ചെയ്യുന്ന മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പലരും ചെയ്യാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തത് തെറ്റിപ്പോകുന്നത് വേറൊന്നും കൊണ്ടല്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ആലോചിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണല്ല. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഒരു പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം നിങ്ങൾ ആ റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ എഴുതുക. പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് താഴെ കാണിക്കുക. അത് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ് റിക്വയർഡ് ടു ഡീകമ്പോസ് 25 gram ഓഫ് പ്യുവർ മാർബിൾ. What is the volume of CO2 formed at STP? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്യുവർ മാർബിളിനെ സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. പ്യുവർ മാർബിൾ അറിയാലോ, നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ? മാർബിൾ എന്ന് പറയുന്നത് CaCO3 കാൽഷ്യം കാർബണേറ്റ്. ആ കാൽഷ്യം കാർബണേറ്റിനെ സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണം. നമുക്ക് എന്താ അറിയേണ്ടത്? 25 gram മാർബിൾ അല്ലെങ്കിൽ 25 gram കാൽഷ്യം കാർബണേറ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസ്സാണ് അറിയേണ്ടത് അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ് ഇക്വേഷൻ എഴുതി വെക്കും. അപ്പോൾ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ തനിയെ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? മാർബിളും സൾഫ്യൂറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനാണ്. നമുക്കറിയാം മാർബിൾ എന്ന് പറയുന്നത് CaCO3 കാൽഷ്യം കാർബണേറ്റ് അല്ലേ? പ്ലസ് അത് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? H2SO4 സൾഫ്യൂറിക് ആസിഡുമായിട്ട്. എന്തൊക്കെയായിരിക്കും പ്രോഡക്ട്സ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു സോൾട്ടാണ് അല്ലേ? ഒരു സോൾട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണം അല്ലേ? പോട്ടെ, ഇതൊരു കാർബണേറ്റ് സോൾട്ടാണ്. ഒരു കാർബണേറ്റ് സോൾട്ടിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു മെറ്റൽ കാർബണേറ്റിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണം. എന്തൊക്കെയായിരിക്കും പ്രോഡക്റ്റ്? ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഒരു കാർബണേറ്റിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സോൾട്ട് കിട്ടും, പിന്നെ വാട്ടർ കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇത് മൂന്നുമായിരിക്കും പ്രോഡക്റ്റ്. കറസ്പോണ്ടിങ് സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇപ്പോൾ ഇവിടുത്തെ പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് സോൾട്ട് കിട്ടും അല്ലേ? ഏതായിരിക്കും ആ സോൾട്ട്? കാൽസ്യവും ഇവിടുത്തെ സൾഫേറ്റും ചേർന്ന് കാൽഷ്യം സൾഫേറ്റ് CaSO4 പ്ലസ് സോൾട്ടിൻ്റെ കൂടെ പിന്നെന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വാട്ടറും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, H2O പ്ലസ് CO2. ഇനി ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ എന്ന് പരിശോധിച്ച് നോക്കുക. Ca ഇവിടെ Ca അല്ലേ? SO4 അതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ 2H അവിടെയും 2H അല്ലേ? ഒരു C അവിടെയും C. ഓക്സിജൻ 3 അല്ലേ? SO4 അതുപോലെ വന്നിട്ടുണ്ട്. ബാക്കി പോയിട്ട് 3 ഓക്സിജൻ. ഇവിടെ 1, 2, 3. ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു, ബാലൻസ് ഇക്വേഷനായി അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്?
അത് അതിൻ്റെ മോൾ എണ്ണം കൂടെ താഴെ കാണിച്ചേക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ കാൽഷ്യം കാർബണേറ്റ് 1 മോൾ സൾഫ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് 1 മോൾ കാൽഷ്യം സൾഫേറ്റും 1 മോൾ വാട്ടറും 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു എന്നാണ് കാണുന്നത് അല്ലേ. എത്രയും എഴുതി വെക്കുക. എന്നിട്ട് ചെയ്തോ? എവിടം വരെയായി? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെയ്തോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ അല്ല, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ കുഴപ്പമെന്ന് പറയുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സാറ് ചെയ്ത് കാണിക്കുമ്പോൾ നേരെ എടുത്ത് പകർത്തും. സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്ന് ശ്രമിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തനിയെ ചെയ്യട്ടെന്ന് ഞാൻ കരുതിയത്. കാര്യം അങ്ങനെ തനിയെ ചെയ്താലേ അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടുകയുള്ളൂ. വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാം. ബാക്കി ചെയ്തവർ കറക്റ്റാണോ എന്ന് പരിശോധിക്കുക, ചെയ്യാത്തവർ ഒന്നുകൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഓക്കെ, ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ചെയ്ത് കഴിഞ്ഞവർ വേണമെങ്കിൽ ഒന്ന് ആൻസർ പറയാം. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് ചെയ്തു എന്ന്. ചെയ്ത് കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ പറഞ്ഞേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ് റിക്വയർഡ് ടു റിയാക്ട് അല്ലെങ്കിൽ റിക്വയർഡ് ടു ഡീകമ്പോസ് 25 ഗ്രാം മാർബിൾ. 25 ഗ്രാം മാർബിളിനെ ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ 25 ഗ്രാം മാർബിളുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ ആവശ്യമായ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസ് ആയിരുന്നു. എൻ്റെ ആൻസർ ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഒന്ന് പറഞ്ഞ് ചെയ്തവർ ഒന്ന് പറഞ്ഞ്. ഐശ്വര്യ ചെയ്തോ? ഐശ്വര്യ റെസ്പോണ്ട് ചെയ്യ്. ഐശ്വര്യ. അടുത്തയാള് ആദിത്യ ചെയ്തോ? ആദിത്യ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ചെയ്തോ? ചെയ്തില്ല. എന്താണ് അവിടം വരെ ആയില്ലേ? അതോ ചെയ്യാൻ അറിയില്ലേ? അതോ കിട്ടിയില്ല? എന്താണ് പ്രശ്നം? കാൽഷ്യത്തിൻ്റെ മാസ്. അയ്യോ, അതൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് കേട്ടോ. നമ്മൾ +2 വരെയൊക്കെ ആയില്ലേ, ഇതൊക്കെ അറിയേണ്ടതാണ്. കാൽഷ്യത്തിൻ്റെ മാസ് 40. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ 8, 9, 10, 11, 12 ഇത്രയും വർഷങ്ങളായി. അപ്പോൾ നമ്മൾ എലമെൻസിൻ്റെയൊക്കെ മാസമൊക്കെ നേരത്തെ തന്നെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. സോറി, +1. അപ്പോൾ എന്നാലും പഠിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അറിയാത്തവർ പഠിച്ചു പോകണം കേട്ടോ. കാൽഷ്യത്തിൻ്റെ മാസ് 40. പിന്നെ വേറെ എന്തിൻ്റെ മാസ് അറിയാത്തത്? കാൽഷ്യത്തിൻ്റെ 40, കാർബണിൻ്റെത് 12, ഓക്സിജൻ്റെ അറിയാമല്ലോ 16. പിന്നെ H2SO4 സൾഫ്യൂറിക് ആസിഡിൽ ഹൈഡ്രജൻ്റെത് 1, സൾഫറിൻ്റെ അറിയാമോ? സൾഫറിൻ്റെ മാസ് 32. ബാക്കിയെല്ലാം ആയല്ലോ. ഇപ്പോൾ അറിയാൻ വയ്യാത്തവർ എലമെൻസിൻ്റെ മാസ്, പ്രത്യേകിച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ 20 വരെ വരുന്ന എലമെൻസിൻ്റെ എങ്കിലും അറ്റോമിക് നമ്പറും മാസും ഒക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഒരു പണി ചെയ്യാം, ഞാനത് ചെയ്ത് കാണിക്കാം കേട്ടോ. ആരെങ്കിലും ചെയ്തവരുണ്ടോ? നന്ദന ചെയ്തോ? നന്ദന ചെയ്തില്ല. എന്താണ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പണി എന്നാൽ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അത്രയും ക്ലിയർ ആയിട്ടില്ലാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25 ഗ്രാം മാർബിളിനെ ഡീകമ്പോസ് ചെയ്യാനുള്ള സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസാണ് അറിയേണ്ടത് അല്ലേ. 25 ഗ്രാം മാർബിളിനെ ഡീകമ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 25 ഗ്രാം
മാർബിളുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ ആവശ്യമായ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരും ചെയ്യണ്ട, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25 ഗ്രാം മാർബിളുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ ആവശ്യമായ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസാണ് അറിയേണ്ടത് അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ബാലൻസ് ഇക്വേഷൻ എഴുതി വെച്ചു, അത് അതിൻ്റെ മോളെണ്ണം കാണിച്ചു. ഇനി എന്തുകൂടെ കാണിക്കണം? ഓരോന്നിൻ്റെയും മാസ് കൂടി താഴെ എഴുതി വെക്കുക. കാരണം ക്വസ്റ്റ്യനിൽ എന്താ വരുന്നത്? മാസാണ് അല്ലേ. 25 ഗ്രാം മാർബിളുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ വേണ്ട സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസല്ലേ അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് മാസ് കൂടി നമുക്ക് താഴെ എഴുതി വെക്കാം. എല്ലാത്തിൻ്റെയും വേണ്ട, ഇവരുടെ മതി. ഏതാ? കാൽഷ്യം കാർബണേറ്റും സൾഫ്യൂറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ അല്ലേ. കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് എത്ര വരും? ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് നോക്കുക, എല്ലാം കൂടെ കൂട്ടിയെടുത്താണ്. കാൽസ്യത്തിൻ്റെ 40 പ്ലസ് കാർബണിൻ്റെത് 12 പ്ലസ് ഓക്സിജൻ്റെത് 16 എന്നറിയാമല്ലോ. അങ്ങനെയുള്ള 3 എണ്ണം വരുമ്പോൾ 16 × 3 48. എത്രയായി ടോട്ടല്? 48ഉം 12ഉം 60ഉം 40ഉം 100ആയി അല്ലേ. സോ കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലാർ മാസ് 100ആണ്. ദാറ്റ് മീൻസ് ഒരു മോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 100 ഗ്രാം. ഓക്കെ, അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യം. ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തപ്പോൾ 100 വന്നു. അതുപോലെ സൾഫ്യൂറിക് ആസിഡും ഒരു മോളാണ്, അപ്പോൾ അത് മോളിക്കുലാർ മാസിന് തുല്യം അല്ലേ. എത്ര വരും? H2SO4ൻ്റെ മോളിക്കുലാർ മാസ് 2 ഹൈഡ്രജൻ്റെ മാസ് 2 പ്ലസ് സൾഫറിൻ്റെത് 32 പ്ലസ് ഓക്സിജൻ്റെത് 16 × 4 64 വരും അല്ലേ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 98 വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്കറിയേണ്ടത് എന്തായിരുന്നു? 25 ഗ്രാം മാർബിളുമായിട്ട് അല്ലെങ്കിൽ 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ ആവശ്യമായ ആസിഡിൻ്റെ മാസാണ് അല്ലേ. അപ്പോൾ ഈ കണക്ഷനിൽ നിന്നും ചെയ്തു തുടങ്ങാം. ഏതാ? ആസ് പെർ ദ ബാലൻസ് ഇക്വേഷൻ 100 ഗ്രാം ആണ് കാൽഷ്യം കാർബണേറ്റ് എടുക്കുന്നതെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആസിഡ് എത്ര വേണം? 98 ഗ്രാം വേണം അല്ലേ. ഞാൻ ഇവിടുന്ന് ചെയ്തു തുടങ്ങുകയാണ്. എന്താണ്? അക്കോർഡിംഗ് ടു ദ ബാലൻസ് ഇക്വേഷൻ 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര സൾഫ്യൂറിക് ആസിഡ് വേണം? 98 ഗ്രാം സൾഫ്യൂറിക് ആസിഡ് വേണം. ഇനി 100 ഗ്രാമിന് ഇത്രയും വേണമെങ്കിൽ 1 ഗ്രാമിനുള്ളത് കിട്ടാൻ എന്ത് ചെയ്യണം? 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റിനുള്ളത് കിട്ടാൻ ഇതേ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇത്രയും സൾഫ്യൂറിക് ആസിഡ് വേണം. ഇനി നമുക്കറിയേണ്ടത് എന്തായിരുന്നു? എത്ര ഗ്രാം? ഇതാണ് 25 അല്ലേ. 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ആസിഡിൻ്റെ എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്യും? 1 ഗ്രാമിനുള്ളത് കിട്ടാൻ 98 ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ 25 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഇൻറ്റു 25 അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി. എന്താ? 25ഉം 100ഉം തമ്മിൽ വെട്ടാമല്ലോ അല്ലേ. താഴെ 4 വരും അല്ലേ. 98 ഡിവൈഡഡ് ബൈ 4 അതായിരിക്കും ആൻസർ. ചെയ്തോളൂ. ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസാണ് അറിയേണ്ടത്. അപ്പോൾ അതിനാദ്യം ഇക്വേഷൻ പ്രകാരം ഇവർ തമ്മിലുള്ള കണക്ഷൻ നോക്കുക. എന്താണ്? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ സൾഫ്യൂറിക് ആസിഡ് എത്ര വേണം? 98 വേണം അല്ലേ. 100 ഗ്രാമിന് 98 വേണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 100 ഗ്രാമിന് 98 വേണമെങ്കിൽ 1 ഗ്രാമിനുള്ളത് കിട്ടാൻ 98 ഡിവൈഡഡ് ബൈ 100. ഇനി 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇത്രയും സൾഫ്യൂറിക് ആസിഡ് വേണമെങ്കിൽ 25 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഇൻറ്റു 25. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറായി. ചെയ്തോളൂ. എന്താണ് നമുക്കറിയേണ്ടിയിരുന്നത്? 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസ്സായിരുന്നു അല്ലേ. എത്ര കിട്ടി? 24.5. ആൻസർ താഴെ എടുത്ത് എഴുതിക്കോളാം. ഹെൻസ് HENCE ഹെൻസ് mass of sulfuric acid, hence mass of sulfuric acid required to decompose, mass of sulfuric acid required to decompose 25 gram calcium carbonate, required to decompose 25 gram calcium carbonate.
is equal to എത്രയാണ് 24.5 gram. Mass of sulfuric acid required to decompose 25 gram calcium carbonate is equal to 24.5 gram. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇനി അവിടെയും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് അറ്റ് STP? ഈ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP ആണ് ചോദ്യം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP എത്രയായിരിക്കും? അപ്പോൾ അതൊന്ന് നോക്കിക്കേ. റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP കിട്ടാൻ ഇവർ തമ്മിലുള്ള കണക്ഷൻ ഒന്ന് നോക്കുക. എന്താ? ഇതും കാർബൺ ഡൈ ഓക്സൈഡ്. എന്താ കണക്ഷൻ കാണുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് 1 മോൾ എടുത്താൽ, അതായത് 100 ഗ്രാം അല്ലേ? 1 മോൾ അതായത് 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ അതിൽ നിന്നും എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പക്ഷെ നമുക്ക് അതിൻ്റെ എന്താ അറിയേണ്ടത്? വോളിയമാണ് അല്ലേ? അപ്പം നമുക്ക് വോളിയത്തിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തേക്കാം. 1 മോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ STPയിലെ വോളിയം 22.4 ലിറ്റർ ആണ്. പഠിച്ചിട്ടില്ലേ? അപ്പം നമുക്കറിയേണ്ടത് 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയമാണ് അല്ലേ? STPയിലെ വോളിയം. അപ്പോൾ STPയിലെ വോളിയം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ബാലൻസ് ഇക്വേഷൻ പ്രകാരമുള്ള കണക്ഷൻ നോക്കുക. ബാലൻസ് ഇക്വേഷൻ പ്രകാരം ഇത് 1 മോൾ എടുത്താൽ, 1 മോൾ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ആയിരുന്നു? 100 ഗ്രാം അല്ലേ? 100 ഗ്രാം എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 1 മോൾ. അതിൻ്റെ STPയിലെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. അപ്പം ഞാൻ അവിടുന്ന് തുടങ്ങുകയാണ്. എന്താ? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നും STPയിലുള്ള 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ എത്രയായിരിക്കും ഇത് കിട്ടുന്നത്? 22.4 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കുമല്ലോ. ശരിയല്ലേ? 100 ഗ്രാമിൽ നിന്നും ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെങ്കിൽ 1 ഗ്രാമിൽ നിന്ന് എത്ര കിട്ടും? 22.4 ഡിവൈഡഡ് ബൈ 100. അങ്ങനെയാണെങ്കിൽ 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൽ നിന്നും, അതല്ലായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും, 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൽ നിന്നും STPയിലുള്ള എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 22.4 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 25 അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? ഇത് തമ്മിൽ വെട്ടിയിട്ട് താഴെ 4 വരും അല്ലേ? 22.4 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 5.6 വരും. അപ്പോൾ അതായിരിക്കും ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയം. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഈ എമൗണ്ട് ഏത് 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൽ നിന്നുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയമായിരുന്നു അറിയേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കാൽഷ്യം കാർബണേറ്റും ഇതും തമ്മിലുള്ള കണക്ഷൻ പരിശോധിച്ച് നോക്കി. എന്താണ്? കാൽഷ്യം കാർബണേറ്റ് 1 മോൾ എടുത്താൽ അല്ലെങ്കിൽ 100 ഗ്രാം എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 1 മോൾ. 1 മോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ STPയിലെ വോളിയം 22.4. അപ്പോൾ അവിടുന്ന് നമ്മൾ ചെയ്തു തുടങ്ങി. എന്താണ്? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൻ്റെ വോളിയം എത്രയാണ്? 22.4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എത്ര വരും? 22.4 ഡിവൈഡഡ് ബൈ 100 വരും. ഇനി 1 ഗ്രാമിൽ നിന്നും കിട്ടുന്നതിൻ്റെ വോളിയം ഇത്രയുമാണെങ്കിൽ 25 ഗ്രാമിൽ നിന്നുള്ള കിട്ടാൻ ഇതേ ഇൻറ്റു 25 വെട്ടിപ്പോയി 4 താഴെ വന്നു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 5.6 ലിറ്റർ വന്നു. ഇതായിരിക്കും ആൻസർ. അപ്പോൾ ആൻസർ എഴുതിയല്ലോ. എന്താണ്? 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റിൽ നിന്നും കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ STPയിലെ വോളിയം എത്ര വരും? 5.6 ലിറ്റർ വരും. ഓക്കെ, ആൻസർ എടുത്തെഴുതിക്കോളാം. താഴെ എടുത്തെഴുതിക്കോളാം. എന്താണ്? വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് അറ്റ് STP. വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് അറ്റ് STP is equal to 5.6 ലിറ്റർ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് ചോദിക്കണം. കാരണം മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരും ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ മടിയായിട്ട് അനങ്ങാതിരിക്കുകയായിരിക്കാം. എല്ലാം മനസ്സിലായിട്ടായിരിക്കണമെന്നില്ല. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നുമില്ലല്ലോ.
അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി, പക്ഷേ ആദ്യത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡൗട്ട് ഉണ്ട്. എന്താണ് ഡൗട്ട്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല സാർ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 പാർട്ട് ഉണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസാണ് അല്ലേ? 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള കണക്ഷൻ നോക്കുക. ആര്? സൾഫ്യൂറിക് ആസിഡും കാൽഷ്യം കാർബണേറ്റും തമ്മിൽ. നമ്മൾ ഓരോന്നിൻ്റെയും മാസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിലേക്കൊന്ന് ആദ്യം പോവാം. നമ്മുടെ റിയാക്ഷൻ ഇതായിരുന്നു. മാർബിളും സൾഫ്യൂറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഇത് വെച്ചു. മാർബിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണെന്നറിയാമല്ലോ. സൾഫ്യൂറിക് ആസിഡ് H2SO4 അല്ലേ? ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് എന്തൊക്കെ കിട്ടും? കാൽഷ്യം സൾഫേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. എൻ്റെ ബാലൻസ് ഇക്വേഷൻ ആദ്യം എഴുതി വെച്ചു. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണിക്കുക. ഇത് 1 മോളാണ് അല്ലേ? ഇതും 1 മോൾ, ഇതും 1 മോൾ, എല്ലാം ഓരോ മോൾ വീതമാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് വേണം നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യാൻ. ബാലൻസ് ഇക്വേഷൻ എഴുതുക, അതിൻ്റെ മോളെണ്ണം കാണിക്കുക. എന്നിട്ടാണ് ക്വസ്റ്റ്യനിലേക്ക് ശരിക്കും നിങ്ങൾ ചെല്ലേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 25 ഗ്രാം മാർബിളുമായിട്ട് അല്ലെങ്കിൽ 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട മാർബിളിൻ്റെ മാസ്സാണ്. അപ്പോൾ നമുക്കവിടെ മാസ്സാണ് വേണ്ടത് അല്ലേ? നമുക്കിപ്പോൾ മോളുകൾ തമ്മിലുള്ള കണക്ഷനാണ് അറിയാവുന്നത്, പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? മാസ്സാണ്. അപ്പം നമുക്കറിയാവുന്ന ഈ ബന്ധത്തെ എന്തിലേക്ക് മാറ്റുക? മാസിലേക്ക് മാറ്റുക. ഓരോന്നിൻ്റെയും മാസ് കൂടി എഴുതിയേക്കാം. 1 മോൾ കാൽഷ്യം കാർബണേറ്റ്, അതിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യമാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ മോളിക്കുലാർ മാസ് എത്ര വന്നു? 100 ഗ്രാം. അപ്പോൾ 1 മോൾ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ 1 മോൾ മാർബിൾ എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാണ്. ഇനി അതുപോലെ സൾഫ്യൂറിക് ആസിഡ് നോക്കുക. അതും 1 മോളാണല്ലോ. 1 മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യം. ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തപ്പോൾ എത്ര വന്നു? ഇതിൻ്റെ 2, സൾഫറിൻ്റെ 32, 4 ഓക്സിജൻ്റെ 64, എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 98 ഗ്രാം. ഓക്കെ, ഇനി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസ്സാണ്. അത് കിട്ടാൻ നമുക്കറിയാവുന്ന ഈ കണക്ഷനിൽ നിന്നും ചെയ്തു തുടങ്ങാം. എന്താണ് നമുക്കറിയാവുന്ന കണക്ഷൻ? എന്താ? ഇത് 1 മോൾ എടുത്താൽ സൾഫ്യൂറിക് ആസിഡ് എത്ര വേണം? 1 മോൾ. അല്ലെങ്കിൽ മാസ് നോക്കുകയാണെങ്കിൽ ഇത് 100 ഗ്രാം എടുത്താൽ സൾഫ്യൂറിക് ആസിഡ് എത്ര വേണം? 98 ഗ്രാം വേണം. അപ്പോൾ അവിടുന്ന് ഞാൻ ചെയ്തു തുടങ്ങുകയാണ്. എന്താണ്? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ 100 ഗ്രാം മാർബിൾ എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട സൾഫ്യൂറിക് ആസിഡിൻ്റെ മാസ് എത്രയാ? 98 അല്ലേ? നമുക്ക് അറിയേണ്ടിയിരുന്നത്, ആലോചിച്ച് നോക്കണം, നമുക്കറിയേണ്ടിയിരുന്നത് 25 ഗ്രാം കാൽഷ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ആസിഡിൻ്റെ മാസ്സാണ് അറിയേണ്ടത്. അതിന് ഞാൻ ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എന്താ? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആസിഡ് എത്ര വേണം? 98 ഗ്രാം വേണം. ഇനി 100 ഗ്രാമിന് ഇത്ര വേണമെങ്കിൽ 1 ഗ്രാമിനുള്ളത് കിട്ടാൻ എന്ത് ചെയ്യും? 1 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി 1 ഗ്രാം മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇത്രയും ആസിഡ് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 25 ഗ്രാമിനുള്ളത് കിട്ടാൻ എന്ത് ചെയ്യണം? 1 ഗ്രാമിന് ഇത്രയും ആണെങ്കിൽ 25 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഇൻറ്റു 25, അത്രയേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25ഉം ഇതും തമ്മിൽ വെട്ടാലോ, താഴെ 4 വരും അല്ലേ? 25 × 4 അല്ലേ 100. അപ്പോൾ ഇത് തമ്മിൽ വെട്ടുമ്പോൾ താഴെ 4 വരും. ദെൻ 98 ഡിവൈഡഡ് ബൈ 4. 98 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 8 അല്ലേ? ബാലൻസ് 1, 18. 18ൽ 4 × 16 ബാലൻസ് 2. ഡിവിസിബിൾ ആകുന്നില്ല, അപ്പോൾ 0 എഴുതുമ്പോൾ ഇവിടെ പോയിൻ്റ് വരും അല്ലേ? 20ൽ 5 ടൈംസ്. സോ ആൻസർ എന്ത് വരും? 24.5 ഗ്രാം.
അപ്പോൾ ഇതായിരിക്കും 25 ഗ്രാം മാർബിളുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ആസിഡിൻ്റെ എമൗണ്ട്. എത്രയാണ്? 24.5. ഒന്നുകൂടെ നോക്കിയിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർത്ത ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ, ഷുവറായിട്ടും 100%. ഓക്കെ. സെക്കൻഡ് പാർട്ട് നേരത്തെ ക്ലിയർ ആയിരുന്നു, അതോ ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, 10ാം ക്ലാസ്സിൽ തന്നെ നിങ്ങളെ പലരെയും ഏറ്റവും കുഴപ്പിച്ചൊരു സാധനമാണ് ഇത് മോൾ, അല്ലേ? മോളെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഏതാണ് ചെകുത്താൻ കുരിശ് കാണുന്ന കണക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പലർക്കും പേടി തോന്നുന്നത് ഈ പറഞ്ഞ പോലെ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ടോ ആണ്. അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് ആലോചിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ നോക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തരാം, അതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇതെല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്കാണ് കേട്ടോ, എഴുതിക്കോളുക. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സിജൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സിജൻ required to produce. Calculate the mass of oxygen required to produce 240 gram magnesium oxide. Calculate the mass of oxygen required to produce 240 gram of MgO, magnesium oxide. 240 gram magnesium oxide by heating magnesium metal. By heating magnesium metal. Question clear ആയല്ലോ? Calculate the mass of oxygen required to produce 240 gram magnesium oxide by heating magnesium metal. അപ്പോൾ അത് ഹോംവർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് നോക്കിക്കേ. നമുക്കറിയേണ്ടത് എന്താണ്? മഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യാണ്, അല്ലേ? അല്ലെങ്കിൽ മഗ്നീഷ്യം മെറ്റൽ ഹീറ്റ് ചെയ്യാണ് ഓക്സിജനുമായിട്ട്. അങ്ങനെ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മഗ്നീഷ്യം ഓക്സൈഡ്, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 240 ഗ്രാം, അല്ലേ? അങ്ങനെ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര ഓക്സിജൻ എടുക്കണം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 2 സ്റ്റെപ്പുകൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? ആദ്യം റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ബാലൻസ് ഇക്വേഷൻ എഴുതുക, പിന്നെ അതിൻ്റെ മോളെണ്ണം കൂടെ എഴുതുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബാലൻസ് ഇക്വേഷൻ തരും. മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യല്ലേ, Mg+O2 gives MgO എന്ന് മാത്രം എഴുതിയാൽ മതിയോ? അത് ബാലൻസ്ഡ് ആയിരിക്കണം, അല്ലേ? ബാലൻസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? ഓക്സിജൻ 2 എണ്ണം വരണം. അപ്പോൾ ഇവിടെ 2 ഇടുമോ? ഇല്ല. അപ്പോൾ ഫോർമുല മാറിപ്പോകും, അല്ലേ? മുൻപിൽ വേണം നമ്പർ ഇടാൻ. ഇപ്പോൾ 2 MgO കൊടുത്തു, അപ്പോൾ ഓക്സിജൻ ബാലൻസ്ഡ് ആയി, 2 ആയി. പക്ഷേ അതോടൊപ്പം Mg 2 ആയി. അപ്പോൾ ഇവിടെയും മഗ്നീഷ്യം 2 ആക്കി കൊടുക്കുക. സോ മഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ ഇതാണ്. ഇനി ബാലൻസ് ഇക്വേഷൻ എഴുതിയിട്ട് എന്തുകൂടെ ചെയ്യണം? അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കൂടി കാണിക്കുക. അപ്പോൾ ഇതനുസരിച്ച് 2 മോൾ മഗ്നീഷ്യം 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്, അല്ലേ? ഇത് ഇത്രയും എഴുതി വെക്കുക. ഇനി ചെയ്യാമല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇക്വേഷൻ എഴുതി, അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എഴുതി. നമുക്കറിയേണ്ടത് എന്താ? 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ ഓക്സിജൻ്റെ മാസ്സാണ്, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ വരുന്നത്? മാസ്സാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഓരോന്നിൻ്റെയും റെസ്പെക്റ്റീവ് മാസ് കൂടി എഴുതിയേക്കുക. 2 മോൾ മഗ്നീഷ്യത്തിൻ്റെ മാസ് എത്ര വരും? 1 മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ മാസ് എത്രയാണ് അറിയാവോ? 24 ആണ് കേട്ടോ. അപ്പോൾ 2 മോളിൻ്റെ മാസ് 2 × 24 48 ഗ്രാം വരും, അല്ലേ? ഓക്സിജൻ്റെ 1 മോളിൻ്റെ മാസ് നമുക്കറിയാം 32 ഗ്രാം.
മഗ്നീഷ്യം ഓക്സൈഡ് 2 മോൾ. അപ്പോൾ 1 മോളിൻ്റെ മാസ് നോക്കുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ 24ഉം ഓക്സിജൻ്റെ 16ഉം എത്ര വരും? 40 വരും അല്ലേ? അപ്പോൾ 2 മോളിൻ്റെ മാസ് 2 × 40. ഇനി ചെയ്യാമല്ലോ. നമുക്കറിയേണ്ടത് എന്താണ്? 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടാൻ ആവശ്യമായ മഗ്നീഷ്യത്തിൻ്റെ മാസാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ട് ചെയ്തു വരുമ്പോൾ ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ 2-3 എണ്ണം ചെയ്തതല്ലേ, ആലോചിച്ച് ചെയ്താൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, ചോദിക്കണം കേട്ടോ. അപ്പോൾ അത് ഹോംവർക്കാണ്, ചെയ്യാൻ ശ്രമിക്കുക ആദ്യം. അപ്പോൾ ഇങ്ങനൊരു ലക്ഷ്യം വെച്ചോണം. നമുക്ക് 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡാണ് വേണ്ടത്. അതിനാവശ്യമായ മഗ്നീഷ്യത്തിൻ്റെ മാസ്. അപ്പോൾ ഇവരുടെ മാസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടേമാണ് പഠിക്കാനുള്ളത്. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം തീർന്നു പോകുന്ന റിയാക്റ്റൻറ്റ്, ആദ്യം കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിച്ച് തീർന്നു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് സി ആയിട്ട് മാറുന്നുവെന്ന് കരുതാം. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ എ കുറച്ച് ബാലൻസ് ഉണ്ട്. ഇവർ റിയാക്ട് ചെയ്ത് സി ആയിട്ട് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് കുറയുമല്ലോ. അങ്ങനെ കുറഞ്ഞ് ബി കംപ്ലീറ്റ് തീർന്നു പോയി. എ എപ്പോഴും ബാലൻസ് ഉണ്ട്. എ ബാലൻസ് ഉണ്ട്, പക്ഷെ ആരില്ല? ബി ഇല്ല. അതുകൊണ്ട് റിയാക്ഷൻ നടക്കുമോ? ഇല്ല. എന്തുകൊണ്ട് റിയാക്ഷൻ നടന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് റിയാക്ഷൻ സ്റ്റോപ്പായി? ബിക്കോസ് അവിടെ എയുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആരില്ല? ബി ഇല്ല. ബി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയി. അപ്പം അങ്ങനെ ആദ്യം പ്രവർത്തിച്ച് തീരുന്ന റിയാക്റ്റൻ്റ് ആരാണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പം ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദ റിയാക്റ്റൻ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ എന്ന് പറയാം. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച് തീരുന്ന, അല്ലെങ്കിൽ ദ റിയാക്റ്റൻ്റ് വിച്ച് ഈസ് കൺസ്യൂംഡ് ഫസ്റ്റ് എന്ന് പറയാം. ആദ്യം പ്രവർത്തിച്ച് തീരുന്ന റിയാക്റ്റൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എ കുറച്ച് ബാലൻസ് ഉണ്ട്, ആര് തീർന്നു പോയി? ബി കംപ്ലീറ്റ് പ്രവർത്തിച്ച് തീർന്നു പോയി. അപ്പം ബി ആയിരിക്കും ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം തീർന്നു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ ബാലൻസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ വരുന്ന ഇതാണ്. എന്തായാലും അതും ചെയ്ത് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ബന്ധപ്പെട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് എന്താണെന്ന് ഐഡിയ കിട്ടിയല്ലോ. എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച് തീരുന്ന അല്ലെങ്കിൽ ആദ്യം തീർന്നു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പം നമുക്ക് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5 gram of hydrogen. 5 gram of hydrogen react with 30 gram oxygen. 5 gram of hydrogen react with 30 gram of oxygen to form water. 5 gram of hydrogen react with 30 gram of oxygen to form water. Which is the limiting reagent? Which is the limiting reagent? അവിടെ ആക്ച്വലി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി എൻ്റെ സെക്കൻഡ് പാർട്ട് ബി. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ് വിച്ച് റിമെയിൻസ് അൺറിയാക്റ്റഡ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്,
രണ്ടാമത്തേത് കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. പിന്നെ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ് വിച്ച് റിമെയിൻസ് അൺറിയാക്റ്റഡ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ് വിച്ച് റിമെയിൻസ് അൺറിയാക്റ്റഡ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 5 ഗ്രാം ഹൈഡ്രജൻ അല്ലേ 30 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുകയാണ്. അവിടുത്തെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ റിയാക്ഷൻ്റെ ബാലൻസ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് H2O വാട്ടർ ഉണ്ടാവുന്ന കേസല്ലേ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബാലൻസ് ഇക്വേഷൻ എങ്ങനെ വരും? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ 2H2 + O2 gives 2H2O. ഇതാണല്ലോ ബാലൻസ് ഇക്വേഷൻ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 5 ഗ്രാം ഹൈഡ്രജൻ അല്ലേ 30 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണം. ആരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നറിയണം, ഉണ്ടാവുന്ന വാട്ടറിൻ്റെ മാസ് അറിയണം, പിന്നെ റിയാക്റ്റൻ്റ് ആരെങ്കിലും ബാലൻസ് വരുന്നുണ്ടെങ്കിൽ, റിയാക്റ്റ് ചെയ്യാതെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസും അറിയണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ബാലൻസ് ഇക്വേഷൻ എഴുതുക, പിന്നെ അത് അതിൻ്റെ മോളെണ്ണം താഴെ കാണിക്കുക. അപ്പോൾ ബാലൻസ് ഇക്വേഷൻ എഴുതി അത് പ്രകാരം 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് ചേർന്ന് 2 മോൾ വാട്ടർ കിട്ടുന്നു എന്നാണ് കാണുന്നത് അല്ലേ. ബാലൻസ് ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് എഴുതി നേരത്തെ കണ്ട സെയിം പ്രൊസീജിയർ. ഇനി എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെ റെസ്പെക്റ്റീവ് മാസ് കൂടി താഴെ എഴുതണം. കാര്യം എന്താ? ക്വസ്റ്റ്യനിൽ വരുന്നത് മാസ് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും മാസ് കൂടെ കാണിച്ചേക്കും അല്ലേ. 2 മോൾ ഹൈഡ്രജൻ, 2 മോൾ ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 4 ഗ്രാം. അങ്ങനെ കിട്ടി. 1 മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യം. H2ൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ 2. ഇപ്പോൾ 2 മോളിൻ്റെ മാസ് 2 × 2 4 ഗ്രാം. അതുപോലെ ഓക്സിജൻ്റെ 1 മോളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ O2ൻ്റെ മോളിക്കുലാർ മാസിന് തുല്യം അല്ലേ. O2 16 16 32 ഗ്രാം. അതുപോലെ 2 മോൾ വാട്ടറിൻ്റെ മാസ് എത്ര വരും? 1 മോളിൻ്റെ മാസ് കിട്ടാൻ കൂട്ടിയെടുക്കാം മോളിക്കുലാർ മാസ്. 2 16 അല്ലേ 18 വരും. ഇപ്പോൾ 2 മോളിൻ്റെ 2 × 18 36 വരും. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരാണ് ഇവിടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്? ആരാണ് ഇവിടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്? ചെയ്ത് നോക്കാം. ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഈ ഇക്വേഷനിൽ കാണുന്ന ബന്ധം വെച്ച് ഞാൻ നോക്കുകയാണ്. ഇക്വേഷനിൽ കാണുന്ന എന്താ? 4 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഓക്സിജൻ എത്ര വേണം? 32 ഗ്രാം വേണം അല്ലേ. 32 ഗ്രാം വേണം. അപ്പോൾ ഞാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം? 4 ഗ്രാം ഹൈഡ്രജൻ വേണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? 4/32 ഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും അല്ലേ. ഇനി 1 ഗ്രാം ഓക്സിജന് ഇത്രയും ഹൈഡ്രജൻ വേണമെങ്കിൽ 32 ഗ്രാമിനുള്ളത് കിട്ടാൻ എന്ത് ചെയ്യണം? 32 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഹൈഡ്രജൻ 4 ഗ്രാം വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിനുള്ളത് കിട്ടാൻ 4/32 അല്ലേ. ഇനി ക്വസ്റ്റ്യനിൽ എത്രയാണ് ഓക്സിജൻ തന്നിരുന്നത്? 30 ഗ്രാം. അപ്പോൾ 30 ഗ്രാമിനുള്ളത് കിട്ടാൻ 4/32 × 30 അല്ലേ. എത്ര വരും? 4/32 നമുക്ക് വെട്ടി ചെറുതാക്കാമല്ലോ, റിഡ്യൂസ് ചെയ്യാമല്ലോ. 4ഉം 32 8 വരും അല്ലേ. 8 × 4 അല്ലേ 32. അപ്പോൾ ഇത് തമ്മിൽ വെട്ടി താഴെ 8 വരും. അപ്പോൾ 30/8 30/8 ഇപ്പോൾ 3.75 വരും അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന എമൗണ്ട് ഏതാ? 30 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 30 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഹൈഡ്രജൻ എത്ര മതിയായിരുന്നു? 3.75 മതിയായിരുന്നു അല്ലേ. പക്ഷേ ഹൈഡ്രജൻ നമ്മൾ അതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്. എത്ര എടുത്തിട്ടുണ്ട്? 5 ഗ്രാം എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ ആരാ? ഹൈഡ്രജൻ ബാലൻസ് വരും എന്നല്ലേ അർത്ഥം. ഹൈഡ്രജൻ ബാലൻസ് വരും. അപ്പോൾ ആരായിരിക്കും തീർന്നു പോകുന്നത്? ഓക്സിജൻ. സോ ഹിയർ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. നമുക്കറിയേണ്ടത് എന്താണ്? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാണ് തീർന്നു പോകുന്നതെന്നാണ് അല്ലേ.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബാലൻസ് ഇക്വേഷൻ എഴുതി, അത് അതിൻ്റെ മോളെണ്ണം കാണിച്ചു, പിന്നെ ഓരോന്നിൻ്റെയും മാസും എഴുതി അല്ലേ. ഇനി ആരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്നറിയാൻ ഞാൻ ഈ തന്നിരിക്കുന്ന ബന്ധം ഏത് നമുക്കറിയാവുന്ന ബന്ധത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ആസ് പെർ ദ ബാലൻസ് ഇക്വേഷൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം? 4 ഗ്രാം. അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ്. 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 4 ഗ്രാം ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജൻ ഉള്ളത് കിട്ടാൻ 4/32 അല്ലേ. ഇനി 1 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇത്രയും ഹൈഡ്രജൻ വേണമെങ്കിൽ 30 ഗ്രാമിനുള്ളത് കിട്ടാൻ ഇതേ ഇൻറ്റു 30 എത്ര കിട്ടി? 3.75. ദാറ്റ് മീൻസ് 30 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ മതിയായിരുന്നു? 3.75 ഗ്രാം ഹൈഡ്രജൻ മതിയായിരുന്നു. പക്ഷെ നമ്മൾ എത്ര എടുത്തു? ഇതിനേക്കാൾ കൂടുതലുണ്ട് അല്ലേ. 5 ഗ്രാം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എക്സസ് ആണ്, ഹൈഡ്രജൻ കൂടുതലാണ്, ഹൈഡ്രജൻ ബാലൻസ് വരും എന്നല്ലേ അർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ ബാലൻസ് വരും. സോ ആരായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുന്നത്? ഓക്സിജൻ. സോ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇത് സമയക്കുറവ് കൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ തീരും. അപ്പോൾ ഇത് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാണ്? ഹൈഡ്രജനാണ് അല്ലേ. അപ്പോൾ അത് പിടികിട്ടിയെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ ഇത് വെച്ച് നിർത്തുക. ഇതിന് തൊട്ട് മുൻപ് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുൻപായിട്ട് പഠിക്കേണ്ടത്. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ജസ്റ്റ് തുടങ്ങിയാലേ ഉള്ളൂ. മറ്റതിനേക്കാൾ കുറച്ചുകൂടെ കുഴപ്പം പിടിച്ച കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലായെങ്കിൽ മാത്രം അത് കൺസിഡർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതിനു മുൻപ് വരെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിന് മുൻപായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസും അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ചെയ്യും. അപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി, ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് വരെയുള്ള കാര്യങ്ങൾ, ഏതാ ബാലൻസ് ഇക്വേഷൻ വരെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അടുത്ത ക്ലാസ്സിന് മുൻപായിട്ട് പഠിച്ചോണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് വിട്ടേക്ക്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.